ഹായ് ഗായ്സ്, ടക്കോസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ദേ ഒലിപ്പുറത്ത് പാടത്ത് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയി. തക്കു സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്. കുറേ അങ്ങോട്ടേക്കൊക്കെ പോയിട്ട് അപ്പോൾ ചൂടൊക്കെ അല്ലേ, അപ്പോൾ നമുക്കൊന്ന് അവിടെയൊക്കെ പോയി ഒന്ന് ഇരിക്കാമെന്ന് കരുതി. ഇപ്പോൾ ക്യാമറ നോക്കി തക്കുവിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. തക്കുവിന് വിശക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദേ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ദേ ഈ പാടത്തിൻ്റെ സൈഡിൽ തന്നെയാണ് പുതിയൊരു ഹോട്ടൽ വന്നതാണ്. നല്ല രസമുണ്ട് അവിടെ ഇരിക്കാനും ഫുഡ് കഴിക്കാനും. നല്ല കാറ്റാട്ടാ. അപ്പോൾ തക്കു അപ്പുറത്തെന്തോ ഒരു ബിൽഡിങ് പണിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നോക്കിയിരിക്കുവാണ് അച്ഛനും മോനും കൂടെ. ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. ഇതേ നമ്മൾക്ക് ഫുഡ് വന്നു. നമ്മൾ അൽഫാമാണ് മേടിച്ചേക്കണേ. തക്കുന് ഭയങ്കര ഇഷ്ടമാട്ടോ അൽഫാം കഴിക്കുന്നത്. അപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെയിൽ മാറിയിട്ട് വേണം നമുക്ക് പാടത്തേക്ക് പോകാൻ. അങ്ങനെ നമ്മൾ പാടത്തെത്തി ഗൈസ്. നമ്മൾ പാടത്തിൻ്റെ നടുക്ക് ഒരു ചെറിയൊരു റോഡുണ്ട് കേട്ടോ. ആ റോട്ടിൽ കൂടെ നമ്മളിങ്ങനെ പോവാട്ടാ. നെല്ല് വിതച്ച് നല്ല രസമില്ലേ കാണാൻ വേണ്ടി. നെല്ല് വിതച്ചിട്ടേക്കുവാണേ. നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ല കാറ്റാട്ടോ. നമ്മൾ ആ വഴി കൂടെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുവാണേ. എല്ലായിടത്തും ഇവിടെ വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, മീൻ പിടിക്കാൻ വേണ്ടി. ഇവിടെയൊക്കെ നിറയെ ആമ്പൽ ഉണ്ടാവുന്ന സീസൺ ഉണ്ടാവും. അപ്പോൾ കുറേ പേര് ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവിടെ വരും കേട്ടോ. നല്ല രസമാണ് ആ സമയത്ത്. ഇവിടെ ഒരു വെള്ളം കിടപ്പുണ്ട്, ചെറിയത്. ഗൈസ്, നമ്മളത് ഈ വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഒരു കലിങ്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുവാണ്. അപ്പോൾ അങ്ങ് അറ്റത്തേക്ക് നമുക്ക് നടന്ന് പോകാം എന്ന് പറഞ്ഞ് അവിടെ വർത്തമാനം പറഞ്ഞ് നിൽക്കുക. തക്കു ഓരോന്നൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് അതുവഴി പോയിട്ട്. ആമ്പൽ ചെറിയ സ്ഥലത്തൊക്കെ ഓരോരോ ആമ്പലൊക്കെ ആയിട്ട് ഉണ്ടായി നിൽപ്പുണ്ട്. അച്ഛനും മോനും കൂടെ വിട്ടടിച്ച് പോകുക കേട്ടോ. സൈഡിലായിട്ട് ഈ നെല്ല് നട്ടേക്കുന്ന സൈഡിലായിട്ട് ഇവർ ബന്ദി നട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനേ. നല്ല കട്ട ബന്ദിയാണേ. അങ്ങ് അറ്റം വരെ നട്ടിട്ടുണ്ട്. എല്ലാത്തിലും പൂവുണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. മഞ്ഞ ബന്ദി, ഓറഞ്ച് ബന്ദിയൊക്കെ ഉണ്ടേ. തക്കുവിന് ഇതേ ആമ്പൽപ്പൂ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുല്ല് ഇറങ്ങി പറിച്ച് കൊടുത്തു കേട്ടോ. അപ്പം അതും കൊണ്ട് നിന്ന് കളിക്കുക കേട്ടോ. അത് മുട്ട. അപ്പോൾ അത് മുല്ല് വിടർത്തി കൊടുക്കുവാണ്. അപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. എന്തൊക്കെയോ കത്തി വെച്ചുകൊണ്ടിരിക്കുക രണ്ടുപേരും കൂടെ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇതിങ്ങനെ എല്ലായിടത്തും ഈ ആമ്പൽപ്പൂ വിടർന്ന് നിൽക്കണ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇനി ആ സീസൺ ആകുമ്പോൾ നമുക്ക് ഒന്ന് വീഡിയോ എടുക്കാവേ. അപ്പം ഞാനും മുല്ലും കൂടെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതുവഴി നടക്കുവാണ്. തക്കു അപ്പുറത്ത് ഓടി നടന്ന് കളിക്കുക. അങ്ങനെ നമ്മൾ നടന്ന് മടുത്തത് കൊണ്ട് നമ്മളിത് ഇവിടെ വന്നിരിക്കുവാണ്. ഈ റോഡിൻ്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ ചെയറുണ്ട് കേട്ടോ. നമ്മളവിടെ വന്നിരിക്കുവാണ് കാറ്റെടുക്കൊണ്ട്. നല്ല കാറ്റാട്ടോ. ചെറിയൊരു മഴക്കാറും ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ നേരം ഇരുന്ന് തക്കു അവിടേക്ക് ഓടി നടന്ന് കളിക്കുമായിരുന്നേ. അപ്പോൾ പോകാം എന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ
നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.